ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന് തലസ്ഥാനവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ആദ്യ പ്രചാരണവുമായി കളത്തിലിറങ്ങിയ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ് ഞാൻ സ്ഥാനാർത്ഥിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ജന്മം കൊണ്ട് കണ്ണൂരുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരനായ തന്നെ ജനങ്ങൾ കൈവിടില്ല എന്ന ആത്മവിശ്വാസമുണ്ടെന്നും 2005 പിന്തുണ ഇരട്ടിയായി ഇത്തവണ നേടാൻ സാധിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പങ്കുവച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ് നമ്മുടെ കൂടെയുള്ളത്. ആദ്യം തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ കാണുന്നു? എല്ലാം നാട്ടിൻ്റെ പൊതുവായ വിഷയങ്ങൾ ഓരോ വ്യക്തികൾക്കും ചെയ്യാവുന്ന കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത്. ആ കോൺട്രിബ്യൂഷൻ എന്നെക്കൊണ്ട് ഇപ്പം അനിവാര്യമാണെന്ന് വന്നപ്പോൾ അത് ഞാൻ മുഴുകാതെ നിർവഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധിയെ മത്സരിക്കുക. ഇപ്പോൾ കണ്ടു, നമുക്ക് എൻ്റെ കൂടെ തന്നെയുള്ളത് VK പ്രശാന്ത് എന്ന്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഫൈറ്റ് ചെയ്ത് ജയിച്ചു വന്നതാണ്. ആ ജയിച്ചതിൻ്റെ ഗുണം ഈ മണ്ഡലങ്ങളിൽ കാണുന്നു. ഞങ്ങളിന്ന് എല്ലാ ആളുകളെയും കാണാൻ പോകുന്നില്ല, ചില പ്രത്യേക വ്യക്തികൾ നമ്മൾ കാണും. അതിലൊരാളാണ് നമ്മുടെ മാധവൻ നായർ സാർ. ISROയിലെ മാധവൻ നായർ സാറെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബഹിരാകാശ ഗവേഷണത്തിൽ നമ്മൾ നേടിയ നേട്ടങ്ങളുടെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണാൻ നമ്മൾ രണ്ടുപേരും. അദ്ദേഹം ഈ നാട്ടിൻ്റെ പൊതുവായ സ്ഥിതികളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതുപോലെ നമ്മൾ വോട്ടർമാരെ കാണാൻ ഇനിയും താഴേക്ക്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, നമുക്ക് സ്വസ്ഥമായി ജീവിക്കണം. ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ കുഴപ്പമില്ല, എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. അപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് മാനമായി സമാധാനപരമായി ജീവിക്കാൻ ജാതിമത വ്യത്യാസമില്ലാതെ നമ്മളിപ്പം ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ ഏത് ജാതി നോക്കിയില്ല, ഏത് മതം നോക്കുന്നുണ്ടോ ഇല്ല, നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് നമ്മുടെ നാട്ടിനോട് ചെയ്യുന്ന അനീതിയും ആ അനീതിക്ക് കുടപിടിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ, ഇങ്ങനൊരവസ്ഥയിൽ നമ്മളെപ്പോലെ ഈ നാട്ടിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ 19 സീറ്റിൽ UDF MP മാരാണുള്ളത്. അപ്പോൾ നിലവിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് ആരാണെന്നുള്ളത്. അപ്പോൾ തുടർച്ചയായി ആ ഒരു MP തന്നെ ജയിക്കുന്നൊരു സാഹചര്യത്തിൽ എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? എല്ലാം ഞങ്ങൾ ഏത് വ്യക്തി എന്നുള്ളത് മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ളതല്ല, UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ് കേരളത്തിലുള്ള MP മാരെല്ലാം. എന്നാൽ ഇവിടെ UDFും LDFും രണ്ട് മുന്നണിയാണ്. പ്രധാനമന്ത്രി തന്നെയാണ് വെച്ചാൽ BJP ഇവിടെ വലിയ പ്രശ്നമില്ലാന്ന്. BJP ഇവിടെ പറയും നമ്മളിപ്പം കണ്ടിരിക്കുന്ന സ്റ്റാർ സീറ്റ് എന്നൊക്കെ പറയുന്നതെല്ലാം വെറും ബടായി പറയുക. സത്യത്തിൽ അതല്ല സ്ഥിതി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം UDFും അതാണ് മുഖ്യ ശക്തി. BJPക്ക് ഒരിക്കലും സീറ്റ് കിട്ടി നിയമത്ത് ഓർമ്മയില്ലേ? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞു ഒരു സീറ്റിൽ നമ്മൾ കേരളം ഭരിക്കാൻ പോകാതെ. എന്തായി? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും നമ്മുടെ നാട് ഒരു മത അധിഷ്ഠിത നാടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഒരു കുടുംബമാണ്. ആ നാടിനെ ശിഥിലമാക്കാൻ നമ്മുടെ നാട്ടിൽ ദേശീയ പ്രസ്ഥാനമോ നവോത്ഥാന പ്രസ്ഥാനമോ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു നാട്ടിൽ ഈ BJP എന്ന് പറയുന്നത് ആരും സ്വീകരിക്കാനാണ്? ഭരണത്തിൻ്റെ ഈ ശക്തി കൊണ്ട് കുറേ പണവും കൊണ്ടുവന്ന് ചെലവഴിച്ചതായിരിക്കും. ഞങ്ങൾക്ക് അതല്ല വിഷയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ ബലമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മതനിരപേക്ഷ ജനവിഭാഗങ്ങളുണ്ടല്ലോ, പിന്നോക്കക്കാർ വിഭാഗങ്ങൾ, അവർ പലപ്പോഴും ധരിക്കും ഈ കോൺഗ്രസിൻ്റെ കുറച്ച് ശക്തി. ആ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അവർ ആരുടെ കൂടെ നിൽക്കും? ഇവിടെ ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് അന്ന് ക്ഷണം കിട്ടിയപ്പോൾ കോൺഗ്രസ് ആലോചിച്ചെന്നറിയാം, പോകണോ പോകണ്ടേ? എന്തിനാ രണ്ട് നില ആലോചിക്കുന്നത്? ഞങ്ങളങ്ങനെ ഒരു ആലോചന ഉണ്ടായില്ലല്ലോ. കാരണം ഒരു പള്ളി പൊളിച്ച് അവിടെ അമ്പലം പൊളിക്കുക. നമ്മൾ മനുഷ്യൻ്റെ വികാരങ്ങളെ ഒരിക്കലും വ്രണപ്പെടുത്താൻ പാടില്ല. മനുഷ്യൻ ദൈവത്തിൽ മനുഷ്യൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ വിശ്വാസിക്കട്ടെ.
അവൻ്റെ വികാരത്തെ നമ്മൾ ഒരിക്കലും വ്രണപ്പെടുത്താൻ പാടില്ല. എന്നാൽ നിർഭാഗ്യത്തിന് ഇതൊക്കെ ഇവിടെ നടന്നല്ലോ, നമ്മൾ കണ്ടല്ലോ. 2005 ചിത്രം തന്നെ 2024 തെളിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, 2005ഉം 2024 രണ്ട് തന്നെയാണ്. ആ മാറ്റമൊന്നും ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷേ 2005 ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന ആനുകൂല്യം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ കാണിക്കുമെന്ന പൂർണ്ണ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്, ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് മണ്ഡലത്തിലെ പ്രധാന വിഷയങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി? മണ്ഡലത്തിൻ്റെ വികസനം വലിയ വിഷയമാണ്. നമുക്ക് എത്ര കാലമായി നമ്മൾ ആലോചിക്കുകയാണ്, നമുക്കൊരു എയിംസിൻ്റെ പോലുള്ളൊരു ആശുപത്രി എത്ര കാലമായി ആലോചിക്കുക. ആ എയിംസ് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ഒന്ന് കിട്ടുമ്പം അത് ഇവിടെ വേണമെന്ന് പറഞ്ഞ് ആലോചിച്ചപ്പം UDF എഴുതി കൊടുത്ത് ഇവിടെ ആയിരുന്നില്ല. ഞാനിവിടെ പാർലമെൻറ്റിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായപ്പം ഞാൻ ഒബ്ജക്റ്റ് ചെയ്ത് വായിച്ചൂടെ പറഞ്ഞതിന് ശേഷമാണ് എയിംസ് നമുക്ക് പിന്നീട് തരാം, എന്നാൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജിന് ഡെവലപ്മെൻറ്റിന് വേണ്ടി 200 കോടി വികസനത്തിന് ഫണ്ട് തന്നു അല്ലേ. നമ്മൾ ഈ വിമാനത്താവളം സെക്കൻഡ് ടെർമിനലിന് വേണ്ടി ഞാൻ ആദ്യമായി പാർലമെൻറ്റിൽ പോയി ആദ്യ ചോദ്യത്തിലാണ് നമുക്ക് അനുവാദം കിട്ടിയത്. അതിനുശേഷം അവിടെ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് യൂണിറ്റ് ഉണ്ടാക്കി 100 കോടി രൂപ ചെലവഴിച്ചു. അത് നടാടെ ഇവിടെ വന്ന എവിടെയുമില്ല എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് യൂണിറ്റ്. മാത്രമല്ല ഇവിടെ വന്ന ഈ തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ എന്താ സ്ഥിതി, വണ്ടി കൊണ്ടുവന്നാൽ പേട്ടെ കൊണ്ടുവന്ന് പിടിച്ചു കൊടുക്കും. എന്താ കാര്യം എന്നറിയോ, ഇവിടെ ആകെ 5 ട്രാക്കേ ഉള്ളൂ, പോകാനും വരാനും അത് മാത്രമേ ഉള്ളൂ. അന്ന് റെയിൽവേ ബോർഡിന് മുമ്പായി കൊണ്ടുപോയി കൊടുത്ത ഒരു പ്രധാനപ്പെട്ട പ്ലാൻ എന്താണ്, തിരുവനന്തപുരവും നേമവും കൊച്ചുവേളിയും കൂടി ഒരു കോംപ്ലക്സ് ആക്കണം തിരുവനന്തപുരം. എന്നാൽ വണ്ടി നിങ്ങൾക്ക് അവിടെ കൊണ്ടൊരു സർവീസ് ചെയ്യാം, അവിടെ അതിന് അത്ര സൗകര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ തുടങ്ങി വെച്ച എൻ്റെ കാലത്താണ്, അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു, എൻ്റെ കാലത്ത് തുടങ്ങി വെച്ച അത് അവിടെ നിൽക്കല്ലേ, വഞ്ചിപ്പും തിരുനക്കരയല്ലേ. അതിൽ നിന്ന് മാറ്റമുണ്ടാകണമെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകണം. കണ്ണൂരുകാരനാണ്, പക്ഷേ തിരുവനന്തപുരത്താണ് കർമ്മഫലമായി നിൽക്കേണ്ടി വന്നത്. അപ്പോൾ തിരുവനന്തപുരത്തുകാരെ അത്രത്തോളം അറിയാം. ആ ഒരു ജനപിന്തുണ താങ്കൾക്ക് ലഭിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. അതിലെന്താ സംശയം, നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പം 4 പതിറ്റാണ്ടായില്ലേ. അതിനിടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചതല്ലേ. ഞാനിപ്പം തിരുവനന്തപുരത്തുകാരനെ പോലെയല്ലേ. ജന്മം കൊണ്ട് കണ്ണൂരാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരത്താണല്ലോ. തിരുവനന്തപുരത്തുകാർക്ക് എല്ലാം അറിയാം. ഞാനവരെ കൂടിയാണ് ഫുട്പാത്തിലൂടെ നടക്കാനും ഒരുമിച്ച് ചായ കുടിക്കാനും അവരെ കൂടെ നടക്കാനും അവരെ ഏത് പ്രശ്നങ്ങളിലും അവരെ കൂടെ നിൽക്കാനും കഷ്ടപ്പാടിനും ദുഃഖത്തിനുമൊക്കെ അവരെ കൂടെ നിൽക്കാനും അവരെ ഏത് കാര്യത്തിനെക്കുറിച്ചും അവരെ സഹായിക്കാനും ഞാനുണ്ടായി, ഇനിയും ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി എന്ത് എന്നുള്ള പിന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ഈ തിരുവനന്തപുരത്ത് തന്നെ കാണും. ഞാൻ പറഞ്ഞിരിക്കുന്ന എൻ്റെ അവസാനം വന്നാൽ അത് കണ്ണൂരിൻ്റെ ബോഡി കൊണ്ടുപോകണം. പണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഗംഗയുടെ തീരത്ത് കൊണ്ടുപോയി സംസ്കരിക്കണം. ഇതിന് ചെറുപ്പകാലത്ത് കളിച്ചു വളർന്ന ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം. ഞാൻ കണ്ണൂർ ജനിച്ച ആളാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡി കണ്ണൂർ എത്തിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. ഞാൻ അതുവരെ ഇവിടെ ഉണ്ടാവും എല്ലാവരെയും. തീർച്ചയായും എല്ലാ വിജയാശംസകളും നേരുന്നു.